ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നല്ലൊരു 4 മണി പലഹാരമാണ് കാണിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള 4 മണി പലഹാരം. അതിനായി ഞാൻ 3 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴം വിളയിച്ചതാണ്. നേന്ത്രപ്പഴം എടുത്ത് പുഴുങ്ങി ഞുറുക്കുകളാക്കി വെച്ചു. അതിനുശേഷം ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ നേന്ത്രപ്പഴം ഞുറുക്കുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. നെയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. നെയ്യ് ഇഷ്ടമല്ലാത്ത കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, അവൾക്ക് നെയ്യ് ഇഷ്ടമേ അല്ല. അവൾ നെയ്യ് കൊണ്ടുള്ള ഒരു സാധനങ്ങളും കഴിക്കാറില്ല, നെയ്യും പാലും ഉപയോഗിക്കാറേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന്. അതിനുശേഷം ഞാനിവിടെ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കപ്പലണ്ടി ആദ്യം തന്നെ നെയ്യ് ഒഴിച്ച് അതിലിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്, ഞാൻ വറുത്ത് കോരി എടുക്കാവുന്നതാണ്. ഞാനിവിടെ അങ്ങനെ ചെയ്തില്ല. ഇത് പഴഞ്ഞുറുക്കുകൾ ഇട്ടതിന് ശേഷമാണ് കപ്പലണ്ടി ഇട്ട് കൊടുത്തത്. കപ്പലണ്ടിയും ഇട്ട് അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനിക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പഞ്ചസാര കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ശർക്കരപ്പാനി ഉപയോഗിച്ചിരിക്കുന്നത്. ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ തീ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഇളക്കുമ്പോൾ ഇത് അടിയിൽ പിടിച്ച് എല്ലാം കൂടി ഒരുമിച്ച് കട്ടയായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കുന്നുണ്ട്. തേങ്ങ ഇടാതെയും നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് തേങ്ങ ചിരകിയതിലൂടെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് തേങ്ങ കൂടി ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.